നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഇന്നെനിക്ക് പറയാനുള്ളത് ജാതിയെക്കുറിച്ചാണ്. അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ ഒത്തിരി മിസ്കൺസെപ്ഷൻ ഉണ്ട്, തെറ്റിദ്ധാരണകൾ. അതായത് ജാതി ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. നമ്മുടെ മതഗ്രന്ഥങ്ങൾ അങ്ങനെയല്ലല്ലോ പറയണത്. നമ്മൾ സന്യാസിമാരെന്ന് വിളിക്കുന്ന ആൾക്കാർ, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് നമ്മുടെ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമാണെങ്കിൽ നമ്മൾ മതഗ്രന്ഥം സ്വീകരിക്കുക. ഈ സന്യാസികൾ കപട സന്യാസികളാണ് തിരിച്ചറിയുക. നോക്കൂ, ഭഗവാൻ ശിവനെ വരനായി കിട്ടാൻ വേണ്ടിയിട്ട് ഹിമവാന്റെ പുത്രി പാർവതി, പർവ്വതത്തിൻ്റെ മകൾ പാർവതി തപസ് ചെയ്യണേ. തപസ് എന്ന് വെച്ചാൽ ഘോര തപസ്. ഒടുക്കം ഇല മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്യണേ. അങ്ങനെ ഭഗവാൻ തപസ്സിൻ്റെ അവസാനം ഭഗവാൻ പരീക്ഷിക്കാൻ വേണ്ടി വരണേ. പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ്. വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ പാർവതി ദേവിയുടെ അടുത്ത് വരും. പാർവതി ദേവിയുടെ കൂടെ സഖിമാരുണ്ട്. അപ്പോൾ ഈ വൃദ്ധ ബ്രാഹ്മണൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശിവനെ കുറിച്ച് പാർവതി ദേവിയോട് വളരെ മോശമായി സംസാരിക്കും. അദ്ദേഹം എന്താ പറയുക, അപരിഷ്കൃതനാണ്, അദ്ദേഹത്തിന് മര്യാദക്കുള്ള വേഷമില്ല, ഒരു ആനത്തോലാണ് വേഷം, ദേഹം മുഴുവനും പാമ്പുകളാണ്. മഹാവിഷ്ണുവിനെ നോക്കൂ, എത്ര സുന്ദരൻ. അദ്ദേഹത്തിനെ പോലെ ഒരാളെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? ശിവനെയാണോ ആഗ്രഹിച്ചാണോ തപസ് ചെയ്യണത്? എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ കാണിക്കണതെന്നൊക്കെ പറയും. അപ്പോൾ പാർവതി ദേവി ഇവിടെ ഒരു ഡയലോഗുണ്ട്. ശിവനിന്ന പറയുന്നവനെ, ശിവനിന്ന നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. ശിവനിന്ന പറയുന്നവനെ ചെയ്യുന്നവനെ കൊല്ലണം എന്നാണ് നിയമം. പക്ഷേ ഇദ്ദേഹം ബ്രാഹ്മണനായതുകൊണ്ട് എനിക്ക് അതിനും കഴിയുന്നില്ലല്ലോ എന്നാണ് പറയണത് പാർവതി ദേവി. അപ്പോൾ അവിടെ ജാതിയല്ലേ പറയണം. പാർവതി ദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? പാർവതി ദേവി എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ആദിപരാശക്തിയാണ്. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെയുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? നോക്കൂ, അച്ഛനും അമ്മയും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ അച്ഛൻ്റെ ബീജം അമ്മയുടെ ഉദരത്തിൽ അത് വളരുന്നു. അവിടെ നിന്നല്ലേ നമുക്കെല്ലാം കിട്ടുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്നല്ലേ നമ്മൾ മനുഷ്യനായി മാറുന്നത് തന്നെ, അല്ലേ? അപ്പോൾ എല്ലാത്തിനും കാരണം, മൂലകാരണം അതാണ് ദേവി. ആ ദേവി പോലും ജാതി പറയുന്നുണ്ട്. പിന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ വർണ്ണം എന്നാണ് പറയുന്നത്. വർണ്ണം എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വർണ്ണം എന്ന് പറയുന്നതാണ് സൂട്ടബിൾ. കാരണം ജാതി നോക്കുക, ഇപ്പോൾ ഒരു പുലയനും ഒരു നായരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ജാതി ഉണ്ടാവും, സങ്കരജാതി. അതുപോലെ തന്നെ ഇവ രണ്ട് വർണ്ണങ്ങൾ, കറുപ്പും വെളുപ്പും, അത് ഞാൻ കൂട്ടി കലർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രൗൺ നിറം കിട്ടും. ബ്രൗൺ എന്ന് പറഞ്ഞാൽ പുതിയ നിറമുണ്ട്. ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 50% കറുപ്പും 50% വെളുപ്പും കുടിച്ചേർന്നാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നോക്കൂ, അച്ഛൻ കൊല്ലനാണെന്ന് വിചാരിക്കുക, അമ്മ ആശാരിയുടെ ജാതിയിൽ ജനിച്ച സ്ത്രീ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് 50% കൊല്ലൻ്റെ കഴിവുകളും 50% ആശാരിയുടെ കഴിവും ഉണ്ടാവും. പക്ഷേ ഇത് തന്നെ ഒരു ആശാരി വേറെ ആശാരിയാണ് കല്യാണം കഴിക്കണമെങ്കിൽ അപ്പോൾ 100% കഴിവും ഉണ്ടാവും. എൻ്റെ അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അപ്പം പറഞ്ഞ് കേൾക്കണതാണ് എല്ലാം ഞാൻ നിങ്ങൾ പറയണം, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതായത് ജീൻ,
മനുഷ്യരുടെ ജീനുണ്ടല്ലോ, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജീനിയസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ശങ്കരവർഗത്തിൽ നിന്ന് ജീനിയസ് ഉണ്ടാവില്ല. കാരണം കഴിവ് ഷെയ്ഡായി പോയിരിക്കുകയുള്ളൂ, കഴിവ് കുറഞ്ഞ പ്രോഡക്റ്റാണ്. ബ്രൗൺ കളർ എന്ന് വെച്ചാൽ അത് കറുപ്പുമല്ല വെളുപ്പുമല്ല, എന്നാൽ കറുപ്പുമാണ് വെളുപ്പുമാണ്. മനസ്സിലായി? പിന്നെ ജാതിയെക്കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നമ്മൾ പൂച്ചയിൽ എന്തോരം ജാതിയാണ് പറയുമ്പോൾ എല്ലാം പൂച്ച. രോമം കൂടിയ പൂച്ചയുണ്ട്, വലിപ്പം കൂടിയതുണ്ട്, വലിപ്പം കുറഞ്ഞ പൂച്ചയുണ്ട്. ഈ പട്ടി തന്നെ എടുക്കും, ഇതെല്ലാം ജാതി. ഒരു 1.5 കിലോ അല്ലെങ്കിൽ 1 കിലോ മാത്രം വെയിറ്റുള്ള പട്ടിയുണ്ട്, അവിടെ തീരെ കുഞ്ഞ്. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, അത്ര വളരുള്ളത്. പിന്നെ ലാബ്രഡോർ, പോമറേനിയൻ, അൽസേഷ്യൻ, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ എത്ര പട്ടി. എല്ലാ പട്ടികൾ തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ മനുഷ്യരും എല്ലാവരും മനുഷ്യരാണ്. ഈ കൊല്ലനും മനുഷ്യനാണ്, ആശാരിയും മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ജാതി എന്ന് പറഞ്ഞാൽ ജോലിയാണ് സംഭവം. ജോലി, തൊഴിൽ, മനുഷ്യരുടെ തൊഴിലിനെയാണ് അത് കുറിക്കുന്നത്. ഇപ്പോൾ അവൻ ആശാരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ മരവുമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. ആ കൊല്ലനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ മെറ്റലുമായിട്ട്, ലോഹം, ആയുധങ്ങളുണ്ടാക്കും, പിന്നെ ടൂൾസ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ടേ? മനുഷ്യർക്ക് കൊല്ലനും വേണം, പിന്നെ ആശാരിയും വേണം, പിന്നെ ഗോൾഡ് സ്മിത്തും വേണം, തട്ടാൻ അതും വേണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ സമൂഹത്തിൽ വിവിധ ജാതിയുണ്ട്, വിവിധ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് നമ്മളിപ്പോൾ ചില അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മിതി കണ്ടിട്ട് നമ്മൾ അതിശയിച്ചു പോകണം. ഇതെങ്ങനെ ഇത്രയും ഉയരത്തിൽ ഈ കല്ലൊക്കെ ഇങ്ങനെ ഉരുട്ടി ഒരു മുകളിൽ കയറ്റി? അതിൻ്റെ എൻജിനീയറിങ് വർക്ക് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തുള്ള മനുഷ്യർക്ക് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴുള്ള ആൾക്കാരെക്കാളും സ്കിൽഡ് വർക്കേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് എന്നല്ല എൻ്റെ അർത്ഥം. അതായത് ജാതി വ്യവസ്ഥ കർശനമായിട്ടും നടപ്പിലാക്കിയിരുന്ന സമയത്ത് നമുക്ക് സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്കിൽഡ് വർക്കേഴ്സ് വേണമെങ്കിൽ ജാതി വേണം. ജീൻ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കണം. സനാതനധർമ്മം പറയുന്നത് നമ്മൾ ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മം ചെയ്യുക. അങ്ങനെ നമ്മൾ ജീവിച്ച് മരിച്ചാൽ അടുത്ത ജന്മം നമുക്ക് ബെറ്ററായിരുന്നു. മറിച്ച് റിബൽ ചെയ്താൽ ഞാൻ ആശാരിയാണ് പക്ഷേ എനിക്ക് രാജാവാകണം എന്ന് വിചാരിച്ചാൽ അത് നിയമലംഘനമാണ്, അത് കുറ്റമാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യർ നിയമം ലംഘിക്കാതെ നോക്കിയിരുന്നത് രാജാവാണ്. രാജഭരണം മാറിയതോടുകൂടിയാണ് ഈ കപട സന്യാസികളൊക്കെ വന്നത്. ഈ വെള്ളക്കാർ വന്നതോടുകൂടിയാണ് കപട സന്യാസികൾ വന്നത് ഭാരതത്തിൽ. ഈ വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും ചിദാനന്ദപുരിയും അങ്ങനെ പേരെടുത്ത് വേണമെങ്കിൽ ഒത്തിരി പേരുടെ പേര് പറയാം. ശ്രീ രവിശങ്കറും സദ്ഗുരുവും പിന്നെ ഇങ്ങേറ്റം നമ്മുടെ മനോജാചാര്യൻ പോലുള്ള കള്ളഗുരുക്കന്മാർ, ഇവരുടെയൊക്കെ ലക്ഷ്യം പണമാണ്, മറ്റൊന്നുമല്ല. സന്യാസികൾ യൂട്യൂബ് ചാനൽ നടത്തും, എന്നിട്ട് യൂട്യൂബിലൂടെ ആൾക്കാരോട് സംസാരിക്കും. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. സന്യാസി എന്ന് വെച്ചാൽ സർവ്വസംഘ പരിത്യാഗിയാണ്. അയാൾക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ആലോചിച്ചോളൂ. അപ്പോൾ ഈ കപട സന്യാസികളാണ്
സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ച് ഹിന്ദുക്കളുടെയൊക്കെ മനസ്സ് മാറ്റി. ഇപ്പോൾ ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ജാതി വാലുള്ള ഹിന്ദുക്കളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് ഒരു ഇന്ദ്രസേന എന്നാണ് പേരൊക്കെ അടിപൊളിയാണ്. പക്ഷെ വായ തുറന്നാൽ വരുന്നത് മുഴുവനും ഹിന്ദു വിരുദ്ധര്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് തന്നെ ഇട്ടേക്കണ പോസ്റ്റാണ്. ഇപ്പോൾ രമേശൻ നായർ, അല്ലെങ്കിൽ വിനോദ് നായർ, അല്ലെങ്കിൽ രാജേഷ് പിള്ള, അങ്ങനെയൊക്കെ പറയുമല്ലോ, മനസ്സിലായോ? അപ്പോൾ അത് ജാതി വാലാണെന്നാണ് പറഞ്ഞത്. പിള്ള എന്ന് പറയുന്നത്, നായരെന്ന് പറയുന്നതൊക്കെ അത് ജാതി പേരാണ്. പക്ഷെ അത് വാലാണെന്നാണ് പറഞ്ഞത്. ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ കളിയാക്കും. അപ്പോൾ ഒരാൾ വർമ്മ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ വർമ്മ എന്ന് പറയുന്നത് അയാളുടെ വാലാണെന്ന് പറഞ്ഞത്. നമ്മുടെ ജാതി ആരാ തീരുമാനിക്കണം? ഒരു പട്ടി അത് ലാബ്രഡോറാണെന്ന് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിൻ്റെ അച്ഛനും അതിൻ്റെ തന്തയും തള്ളയും ലാബ്രഡോറായാൽ ആ പട്ടി ലാബ്രഡോറായി. അപ്പോൾ ഒരാൾ നായരാണെന്ന് എങ്ങനെ തീരുമാനം? അച്ഛനും അമ്മയും നായരാകുമ്പോൾ നായരാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളതാണ് നമ്മൾ ഈ ജാതി പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റിയാണത്. ജാതി പറഞ്ഞാൽ വാലാണെന്ന് പറയുമ്പോൾ അച്ഛനമ്മയാരായി, അച്ഛനമ്മ കുരങ്ങന്മാരായില്ലേ? ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ കളിയാക്കുന്നത്. അത് ഈ ജാതി എന്താണെന്ന് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ചിലർ വ്യാഖ്യാനിച്ച് വർണ്ണം എന്ന് പറഞ്ഞാൽ അതല്ല, പണ്ട് ജാതി ഉണ്ടായിരുന്നില്ല, വർണ്ണമാണ് ഉണ്ടായിരുന്നത്. ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അന്നുണ്ടായിരുന്ന ജാതികളെ 64 ജാതികളായിട്ട് തരംതിരിച്ചു. മൊത്തം ഒരു പട്ടിക ഉണ്ടാക്കി. എൻ്റെ അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ള വേണ്ട, അല്ലാണ്ട് ഞാനിതൊന്നും തേടിപ്പോയി പഠിച്ചാളൊന്നുമില്ല. അപ്പന് ഈ ജാതികളെക്കുറിച്ചുള്ള കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ മൊത്തം നല്ല അവഗാഹമായ ഒരു അറിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ശങ്കരാചാര്യർ 64 ജാതികളായിട്ട് തരംതിരിച്ച്. അപ്പോൾ ജാതി ചോദിക്കരുത്, പറയരുതെന്നാണ് പറയുന്നത്. ശങ്കരാചാര്യ 64 ജാതിയുടെ പേര് എഴുതി വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഞാൻ ആരെ സ്വീകരിക്കും? ഈഴവനായ നാണുവിനെ സ്വീകരിക്കണം. അത് ഒന്നാമത് ഈ നാണു യേശു ദൈവപുത്രനാണ്, മുഹമ്മദ് പരമേശ്വര പവിത്രപുത്രനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊട്ടത്തരവും വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് നാണു. അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മതമൊന്നുമില്ല, അദ്ദേഹം ഹിന്ദുവല്ല, നമ്മുടേതും ബുദ്ധമതം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നാണു എന്ന് പറയുന്നത് അംബേദ്കറിനെ പോലെ ഒരു ബുദ്ധിസ്റ്റാണ്, മനസ്സിലായത്. ഇന്നൊരു ക്രിസ്ത്യാനി എന്നോട് പറയണം, ബൈബിള് നിങ്ങളുടെ ഹിന്ദുവിൻ്റെ മതഗ്രന്ഥം പോലെ റോട്ടിലിട്ട് കത്തിക്കാനുള്ള മനുസ്മൃതി പോലെയല്ലേ. മനുസ്മൃതി റോട്ടിലിട്ട് കത്തിച്ചത് അംബേദ്കറാണ്. അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ച ആളാണ്. ഹിന്ദുവല്ല ഞാനത് പ്രഖ്യാപിച്ചു. അത് കൂടാണ്ട് കൂടെ ഉണ്ടായിരുന്ന കുറേ ഹിന്ദുക്കളെയും ബുദ്ധിസ്റ്റാക്കി മാറ്റി. ആൾ ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ ഹിന്ദുവിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷെ ഭരണഘടന എഴുതണ പോലും അഹിന്ദുവാണ് എഴുതണത്. ഹിന്ദുവല്ല ഭരണഘടന എഴുതുന്നത്, അംബേദ്കർ. അതുകൊണ്ട് എന്തായി? ഭരണഘടനയിൽ ഇതും ഭാരതം ഹിന്ദു രാഷ്ട്രമാണെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ നാടിൻ്റെ ഭരണഘടന, നാടിൻ്റെ പതാക, നാടിൻ്റെ ദേശീയ ഗാനം എല്ലാം തെറ്റാണ്. അങ്ങനെ ഒരു നാട് ഈ ലോകത്തിൽ ഭാരതം മാത്രം ഉണ്ടാവും. കംപ്ലീറ്റ് തലകിഴക്കനാൻ പാട് ടോപ്പ് സിറ്റർ ആയിട്ടിരിക്കുന്നത് ഒരു നാടുണ്ടെങ്കിൽ അത് നമ്മുടെ നാടാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ദൗർഭാഗ്യമാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതൊക്കെ നേരെയാക്കാനായിട്ട് നമുക്ക് അതിനുള്ള പ്രചോദനവും ഉണ്ടാവുകയുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കൊല്ലം എന്നറിയാം, 47 കൊല്ലം മുമ്പ്, അല്ല 46 കൊല്ലം മുമ്പ്, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാഠത്തിൻ്റെ പേര്, ജാതി അതിനൊരർത്ഥവുമില്ല, പാഠത്തിൻ്റെ പേരാണ്. എൻ്റെ പ്രായമുള്ള ആൾക്കാർ
ഈ ഞാനീ പറയുന്നത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അവരും ഈ പാഠം പഠിച്ചിട്ടുണ്ടാവും. മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെങ്കിൽ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ജാതി അതിനൊരർത്ഥവുമില്ല. അപ്പോൾ ഒരർത്ഥമില്ലാത്തൊരു സംഗതിയാണ് ജാതി. പിന്നെ അതിനെക്കുറിച്ച് എന്തിനാണ് പഠിപ്പിക്കണത്? കുട്ടികളെ പഠിപ്പിക്കണതിന് ഒരർത്ഥമില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ ഫ്രോഡായില്ലേ? നുണ പറയുമ്പോൾ അതാണ് പ്രശ്നം. സത്യം നിഴല് പോലെ പിന്നിലും മറഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ് പറയണത് 3ാം ക്ലാസ്സിൽ. ജാതി അതിനൊരർത്ഥമില്ല. അത് ബുദ്ധൻ്റെ കഥയാണ്, സിദ്ധാർത്ഥൻ്റെ കഥ. അതാണ് പഠിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജാതി വ്യവസ്ഥ തകർക്കണം. എന്നാൽ മാത്രമേ ഹിന്ദുവിനെ തകർക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ അപ്പൻ്റെ ഡാറ്റാ ബാങ്ക്. അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു വെള്ളക്കാരൻ. അത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ബ്രിട്ടീഷ് വൈസ്രോയ്. അദ്ദേഹം ഈ ബ്രിട്ടീഷ് വൈസ്രോയ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇംഗ്ലണ്ടിലോട്ട് ലെറ്റർ എഴുതണം. അപ്പോൾ അതിൻ്റെ അകത്ത് പറയണേ, ഞാൻ വായിച്ചതാണ് കേട്ടോ. അതിനകത്ത് പറയണത് ഈ ഭാരതീയരെ നമ്മൾ കീഴടക്കണമെങ്കിൽ ഇവരുടെ ജാതി വ്യവസ്ഥ തകർക്കണം. കാസ്റ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഇവരെ നമുക്ക് തകർക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ വെള്ളക്കാരന് മനസ്സിലായി ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി തന്നെയാണ്. പക്ഷേ നാണുവിനെ പോലുള്ള ആൾക്കാർ വഴി SNDPക്കാരൊക്കെ ഇപ്പോൾ ജാതി വാലെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരം ആൾക്കാർ ഒന്നെങ്കിൽ ആ ഒരു ഇത് മാറ്റുക. അങ്ങനെ പറയരുത്. ഇപ്പോൾ ഒരാളുടെ പേര് നായരെന്നോ പിള്ളയെന്നോ വർമ്മയെന്നോ അല്ലെങ്കിൽ ശർമ്മയെന്നോ, അതൊക്കെ ഒരു ജാതിയുടെ പേരാണത്. അപ്പോൾ അത് വാലാണെന്ന് പറയുമ്പോൾ അവരൊക്കെ കുരങ്ങന്മാരാണെന്നല്ലേ പറയണത്. അപ്പോൾ ഹിന്ദുക്കളായിട്ട് പാര വെക്കണ സ്വഭാവം ഈ SNDPക്കാർക്ക് എന്തിനാണ്? പിന്നെ അവരുടെ പല കാരണമുണ്ട് കേട്ടോ. ഒരു കാരണം മാത്രമല്ലേ SNDPക്കാർ. നോക്കൂ, ശബരിമല പ്രശ്നം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം 2018 2019. അപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു, ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും CPM തോറ്റു. CPM ആണല്ലോ ഈ വേശ്യ സ്ത്രീകളെയൊക്കെ ശബരിമലയെ കൊണ്ട് തൊഴുതാലേ അവർക്ക് സ്ത്രീ സമത്വം ഉണ്ടാവുള്ളൂ എന്ന് വാദിക്കുന്ന. മനസ്സിലായോ? പക്ഷേ മുസ്ലിങ്ങളൊക്കെ ഇപ്പോഴും, മുസ്ലിം സ്ത്രീകൾ ഈ ബുർക്കയും ഈ പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്നത് അത് കുഴപ്പമില്ല. അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കില്ല. ഹിന്ദുവിൻ്റെ ഇടയിൽ വന്ന് വിപ്ലവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പക്ക ഹിന്ദു വിരുദ്ധ പാർട്ടി ആയ CPMനെ എല്ലായിടത്തും തോൽപ്പിച്ചു ഹിന്ദുക്കൾ. ഒരിടത്ത് മാത്രം ജയിച്ചു, അത് ആലപ്പുഴയിൽ. കാരണം എന്താണ്? ഈ SNDPക്കാരെ, ഈ ഈഴവരുടെ നേതാവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു. ആലപ്പുഴയിൽ CPMൻ്റെ സ്ഥാനാർത്ഥി തോറ്റു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തല മൊട്ടയടിച്ചോളെന്ന് പറഞ്ഞു. അതായത് ആലപ്പുഴയിലെ CPM സ്ഥാനാർത്ഥികൾക്ക് ഈഴവരൊക്കെ വോട്ട് ചെയ്യണേ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാനീ പറഞ്ഞ പോലെ പറഞ്ഞത്. ഇതൊക്കെ കള്ളന്മാരുടെ ലക്ഷണമാണ്, വളച്ചു ചുറ്റി സംസാരിക്കുന്നത്. സത്യമുള്ളവർ നേരെ കാര്യം പറയും. അപ്പോൾ അതിനെ തുടർന്ന് CPM അവിടെ ജയിച്ചു. പിന്നെ ഈ കഴിഞ്ഞ 2 വർഷം 3 വർഷം മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, അസംബ്ലി ഇലക്ഷൻ, അവിടെ CPM 99 സീറ്റായിട്ട് ഒരിക്കലും കിട്ടാത്ത ഭൂരിപക്ഷം. അത് ഇത്രയും ഹിന്ദു വിരുദ്ധത CPM വളരെ സ്പഷ്ടമായിട്ട് പുറത്തെടുത്തിട്ടും ഹിന്ദുക്കളുടെ വോട്ട് അവർക്ക് കിട്ടണമെന്നാണ്. ആ വോട്ട് ഈ SNDPക്കാരുടെ വോട്ടാണ്. ഐ ടെൽ യു. അത് ഹിന്ദുക്കളോട് വെറുപ്പാണല്ലോ. അതുകൊണ്ടല്ലേ ജാതി വാലെന്ന് പറയണത്. എന്തിനാ അങ്ങനെ പറയണത്? ജാതി പേര് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ പോലെ. ജാതി വാലെന്ന് പറയണത് എന്തിനാ? അത് നായരെന്നും പിള്ളയെന്നും വർമ്മയെന്നും ശർമ്മയെന്നൊക്കെ ഓരോരുത്തർ അവർ ജാതി പേര് പറയുമ്പോൾ ഇവർക്ക് അതുപോലെ പറയാൻ പറ്റണില്ലല്ലോ.
അതിൽ അസൂയ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അസൂയ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു സൈന്യത്തിൽ ഒരു അംഗമാണ് അസൂയ. കലിയുടെ സൈന്യത്തിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭം, അസൂയ. അപ്പോൾ ഇവർക്കൊക്കെ കലിബാധ ഉള്ളതുകൊണ്ടാണ് ഈ അസൂയ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഹിന്ദുക്കളെ തന്നെ വെറുക്കണം. എന്തിനാണ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാന്യമായിട്ട് പറയാമല്ലോ, ജാതി പേര് ഉപയോഗിക്കരുത്. പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ജാതി പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നായരിനി ജാതി പറയാണ്ടിരിക്കുമോ? ഈ നാണ് പറഞ്ഞിട്ടുണ്ട് ജാതി പറയരുതെന്ന്. എന്നിട്ട് ഇവിടെ നായരെന്ന് പറയാത്ത ഏതെങ്കിലും നായരുണ്ടോ? പിള്ളയെന്ന് പറയാത്ത ഏതെങ്കിലും പിള്ളയുണ്ടോ? ഉണ്ടോ? ഇനി ജാതിപ്പേര് പറയരുതെന്ന് പറയണ ഈ ഈഴവർ, ഇവർ ജാതിപ്പേര് പറയില്ലേ? ഇവരുടെ വിവാഹ പരസ്യത്തിൽ ഇവർ ജാതി പറയില്ലേ? ഈഴവ യുവതി, തീയ യുവതി എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അവിടെ ജാതിയല്ലേ പറയണത്? വേറെന്താ പറയണത്? അപ്പോൾ ഒരു വശത്ത് ജാതി പറയുകയും ചെയ്യും, മറുവശത്ത് ജാതി വാലാണെന്ന് പറയുകയും ചെയ്യും. അത് മുറിച്ച് കളയണമെന്ന് പറയും. നോക്കൂ, നമ്മളിവിടെ വന്ന് ജനിച്ചേക്കാണ് ഈ ഭൂമിയിൽ. ഇപ്പം എന്നെ നോക്കൂ, എനിക്കാണെങ്കിൽ ജാതി പറയാൻ പോലും കഴിവില്ല എനിക്ക്. പക്ഷെ എന്നതുകൊണ്ട് ഞാനതിനെ എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നെപ്പോലെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരും ജാതി പറയണ്ട, അപ്പോൾ എന്നെപ്പോലെ തന്നെ ആവുമല്ലോ മറ്റുള്ളവരും എന്ന് വേണം വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മളെങ്ങനെ വിചാരിക്കേണ്ടത്? നമ്മുടെ മതഗ്രന്ഥം നമ്മളോട് എന്താണോ പറയേണ്ടത് ആ രീതിക്കാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? നമ്മുടെ മതഗ്രന്ഥത്തിനെതിരെ ഒരക്ഷരം ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഗുരുവായി കണക്കാക്കരുത്. യാതൊരു കാരണവശാലും അയാൾ ഗുരുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അയാൾ ഗുരുവല്ല, അയാൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വന്ന ആളാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുക? അങ്ങനെ വന്നേക്കുന്ന ആൾക്കാരാണ് ഈ നാണുവും. പിന്നെ ഒരുപാട് പേരുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇവരൊക്കെ പൊക്കിക്കൊണ്ട് വന്നത്, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ വിവേകാനന്ദനാണല്ലോ ഏറ്റവും വലിയ ഇവരുടെ ഹീറോ. അയാൾ അമേരിക്കയിൽ കൊണ്ടുപോയി ഷിക്കാഗോയിൽ പ്രസംഗം നടത്തി. ഈ ഷിക്കാഗോ പ്രസംഗത്തിൽ തന്നെ ഇയാൾ സെമിറ്റിക് മതങ്ങളെ വളരെ ഉയർത്തി സംസാരിക്കുന്നുണ്ട്. മുഹമ്മദിനെയും ഉയർത്തി പറയുന്നുണ്ട്. അത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഷിക്കാഗോ സ്പീച്ച്, വിവേകാനന്ദ സ്പീച്ച് ഇൻ ഷിക്കാഗോ എന്ന് അടിച്ചാൽ മതി, അപ്പോൾ തന്നെ വരും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഈ മതേതരന്മാരാണ്. അതായത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, തല്ലിക്കൊല്ലുക, അതാണ് പരിപാടി. ഹിന്ദുവിനെ ആദ്യം മതേതരനാക്കണം. മതേതരനായി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുവിൻ്റെ നാശം വന്നു കഴിഞ്ഞു. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് മാത്രമുള്ള ഒരു സംഗതിയല്ലേ, ബാധ്യതയല്ലേ ഇത്? അല്ലേ? ഹിന്ദുക്കൾക്ക് അയ്യോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്ന് പറയും. വർഗീയവാദിയാണെന്ന് പറയട്ടെ, നമ്മൾ വർഗീയവാദി അല്ലല്ലോ. നമ്മളെ ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്കത് വലിയ വിഷയമാകേണ്ട കാര്യമില്ലല്ലോ. ഹിന്ദുക്കളെങ്ങനെ വർഗീയവാദി എന്ന് വിളിക്കാൻ പറ്റും? ലോകത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷമായി കഴിയുന്ന എല്ലാ നാടുകളും നിങ്ങളെടുത്തു. ആ നാടുകളിലൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടാത്ത സൗകര്യങ്ങൾ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഭാരതത്തിൽ കിട്ടുന്നുണ്ട്. എന്നിട്ടും ഹിന്ദുവിനെ വർഗീയവാദി എന്നാണ് ഈ ചെറ്റകളെ വിളിക്കുന്നത്. ഇവന്മാരെ ചെറ്റകളെന്നല്ല, ഇവന്മാരെ വിളിക്കാനായിട്ട് ഡിക്ഷണറിയിൽ പദമില്ല. കാരണം അത്ര നന്ദി കെട്ട ജന്തുക്കളാണ് നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ജാതിയെക്കുറിച്ച് പറയണമെങ്കിൽ അത് നമ്മൾ ഒരു ജാതിയിലൊന്ന് ജനിക്കണേ, നമ്മുടെ കർമ്മമാണ് കാരണം. മനുഷ്യരിൽ ജനിച്ചില്ലേ, മനുഷ്യനായി ജനിച്ചില്ല, അത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിച്ചപ്പോൾ. പിന്നെ നായരുടെ മകനായിട്ടാണ് ജനിച്ചെങ്കിൽ അത് നായരുടെ മകനാകാനായിട്ടുള്ള കർമ്മമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പുലയൻ്റെ മകനാണെങ്കിൽ അത് പുലയൻ്റെ മകനായി ജനിക്കാനുള്ള കർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുലയൻ്റെ മകനായിട്ട് ജനിച്ചത്. ജനിമൃതി രഹസ്യം എന്നും പറഞ്ഞൊരു വാക്കുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കണേ, കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് ജൂലൈ 10-ാം തീയതി വൈകുന്നേരം, ഇപ്പോൾ ഇവിടുത്തെ സമയമാണെങ്കിൽ 6 മണി, നിങ്ങൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും?
നിങ്ങൾ ആലോചിച്ച് നോക്കും. പറയാൻ പറ്റില്ല, കാരണം അത് നമ്മൾ ഓർമ്മയിൽ നിന്ന് പോയി. മനസ്സിലായി? അതേപോലെ ഓർമ്മയിൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ അനാദികാലം മുതൽക്കേ കർമ്മം ചെയ്യുന്നു എന്നല്ലേ സനാതന കർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ അനാദികാലം മുതൽ നമ്മൾ കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ നായരുടെ കുടുംബത്തിൽ ജനിക്കാനും ബ്രാഹ്മണൻ്റെ കുടുംബത്തിൽ ജനിക്കാനും ചണ്ടാളൻ്റെ കുടുംബത്തിൽ ജനിക്കാനും എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോണേന്ന് ആർക്കും അറിയാൻ പാടില്ല. അതിന് നായരായിട്ടാണോ പുലയനായിട്ടാണോ ബ്രാഹ്മണനായിട്ടാണോ അല്ലെങ്കിൽ മൃഗമായിട്ടാണോ അല്ലെങ്കിൽ മത്സ്യമായിട്ടാണോ ആർക്കും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്നതിന് മുമ്പ് നമ്മളെവിടെയായിരുന്നു എന്നും നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചത് നമ്മുടെ അച്ഛനമ്മയല്ലേ നമുക്കെല്ലാം ഇല്ലേ. അച്ഛനമ്മ നായരാണെങ്കിൽ നമ്മൾ നായർ, അതിലെന്തിരിക്കണം, എന്തായാലും കുഴപ്പം. അപ്പോൾ ഞാൻ നായരാണെന്ന് പറയാൻ പാടില്ല എന്ന് പറയണത് എന്തിനാണ് പറയണത്? അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരാൾ അയാൾ ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയാൻ പാടില്ല എന്നല്ലേ എന്നാണ് പറയണത്. ജാതി ചോദിക്കരുത്, പറയരുത്. മനസ്സിലായോ? അപ്പോൾ ജാതി വാലാണെന്ന് പറയുന്നവരൊക്കെ ഈ നാണുവിൻ്റെ ഭക്തരായി കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലായിട്ട്. നാണു ഫ്രോഡാണ്. നാണു മുഹമ്മദ് പരമേശ പവിത്രപുത്രനോ എന്ന് പറഞ്ഞ് കവിത എഴുതിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാണു ഫ്രോഡാണ്. മനസ്സിലാക്കണ്ടേ? നാണു വേറെ എത്ര കവിത എഴുതിയിട്ടും കാര്യമില്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ പോയി. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ബിൽഗേറ്റ്സിനെ പോലെ ഒരുപാട് ആയിരക്കണക്കിന് കോടി രൂപ മനുഷ്യർക്ക് വേണ്ടി ദാനം ചെയ്യുന്ന ഒരു വലിയൊരു ആളാണെന്ന് കരുതുക. എല്ലാവർക്കും നിങ്ങളെ ഭയങ്കര കാര്യം. ശതകോടീശ്വരൻ, സഹസ്രകോടീശ്വരൻ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു സ്ത്രീനെ ബലാത്സംഗം ചെയ്യണം, വാർത്തവന് ബിൽഗേറ്റ്സ് റേപ്പിസ്റ്റായി. നിങ്ങൾ അതിനുമുമ്പ് ചെയ്ത എല്ലാ ദാനധർമ്മവും എല്ലാം ജനങ്ങളും മറക്കും. പിന്നെ നിങ്ങൾ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. മനസ്സിലായി? അതുപോലെ നമ്മൾ ഇപ്പോൾ എനിക്ക് ഇന്ന കുടുംബത്തിൽ ജനിക്കണം, എനിക്ക് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ എനിക്ക് ചണ്ടാളൻ്റെ മകനായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുലയൻ്റെ മകനായിട്ട് ജനിക്കണം, മണ്ണിൻ്റെ മകനായിട്ട് ജനിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ കർമ്മങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങൾ അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കൊലപാതകമാണെങ്കിൽ ആ ചെയ്തപ്പോൾ തന്നെ പോലീസ് പിടിക്കും, നമ്മളെ ജയിലിലാക്കും, പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അവിടെയാണ് നമ്മൾ കിടക്കാൻ പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കർമ്മവശാലാണ് എല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ കർമ്മത്താലാണ് നമ്മൾ ഓരോ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നത്, ഓരോരോ പ്രാണികളായിട്ട് ജനിക്കുന്നത്. അത് നമ്മളിപ്പോൾ പട്ടിയും പൂച്ചയൊന്നും ആയില്ലല്ലോ, മനുഷ്യരായല്ലോ. അത് തന്നെ വലിയ കാര്യം. അതിന് തന്നെ നമ്മൾ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണ് മനുഷ്യജന്മം കിട്ടണം. അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് പറയുന്നത് മനുഷ്യജന്മം. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ കിടന്നുകൊണ്ട് കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത മനുഷ്യജന്മം കിട്ടുന്നത്. മനസ്സിലായി? അപ്പോൾ അതിലൂടെ നമ്മൾ എങ്ങനെയെല്ലാം കടന്നുപോയി എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മുടെ കുട്ടിക്കാലം നോക്കൂ, നമുക്ക് വല്ല ഓർമ്മയുണ്ടാവും. അതിന് മുമ്പത്തെ ജന്മം എന്തായാലും നമുക്ക് ഓർമ്മയുണ്ടാവും. സനാതനധർമ്മം പറയുന്നത് അമ്മയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ആ ജീവന് അത് ചിലപ്പോൾ നരകത്തീന്നായിരിക്കും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു തവളയായിട്ട് ജനിച്ച് ഒരു പാമ്പ് പിടിച്ചാരി തിന്ന് അങ്ങനെ അവിടെ നിന്ന് ജീവൻ പോയി അത് ഇവിടെ വന്ന് കയറിയതായിരിക്കാം. ആ വിചാരങ്ങളെല്ലാം ഉണ്ട്.
ആ ഓർമ്മയുണ്ട്. പക്ഷെ അമ്മയുടെ വയറ്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ, പുറത്തേക്ക് വരുന്ന മാത്രയിൽ, അതായത് ഭൂമിയിൽ നമ്മൾ പിറന്ന് വീഴുന്ന സമയം തന്നെ വിഷ്ണുമായ മനുഷ്യരെ ബാധിക്കുന്ന ശിശുവിനെ. ആ വിഷ്ണുമായാണ് പിന്നെ കുട്ടിയുടെ കളിയും ഇതൊക്കെ വിഷ്ണുമായാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. അപ്പോൾ വിഷ്ണുമായ വന്നതോടുകൂടി നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റഡായി, മെമ്മറി മുഴുവനും പോയി. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ശിശുവായിട്ടല്ലേ ജനിക്കണത്. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഫോർമാറ്റായി പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ പുലയൻ്റെ കുടുംബത്തിൽ പിറന്നത്. നമുക്കറിയാൻ പറ്റില്ല. അതൊക്കെ വിട്ടോളൂ. ഈ സനാതനധർമ്മം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കൂ. പുലയൻ്റെ കുടുംബത്തിലാണെങ്കിൽ കുഴപ്പമില്ല, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നായരുടെ കുടുംബത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഏത് മനുഷ്യൻ്റെ കുടുംബത്തിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തൊഴിലിനെ മാനിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ജാതി ഒരു പ്രശ്നമല്ല. അല്ലാണ്ട് ജാതി ഇല്ലെന്ന് പറയരുത്, ജാതി ചോദിക്കരുത്, ജാതി വാലി വെട്ടി മാറ്റണമെന്നൊക്കെ പറയരുത്. കാരണം ജാതിയുണ്ട്. സിംഹങ്ങളിൽ തന്നെ എത്ര ജാതി ഉണ്ടെന്നറിയോ? അറിയാം. നമ്മുടെ നാട്ടിലെ ഏഷ്യൻ സിംഹം പോലെയല്ല ആഫ്രിക്കൻ സിംഹം. പിന്നെ ഈജിപ്തിലും ഒക്കെ വേറെ സിംഹം ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളക്കാരൻ വെടി വെച്ച് എല്ലാത്തിനും കൊന്നു. ബാബറി ലയൺ എന്ന് പറഞ്ഞു, ബാബറി. അത് ഇപ്പോഴുള്ള സിംഹത്തിനെല്ലാം വലുതാണ്, ഭയങ്കര പവർഫുൾ സിംഹമായിരുന്നു. അത് 20-ാം നൂറ്റാണ്ട് വരെ അതുണ്ടായിരുന്നു, ലാസ്റ്റത്തെ വൈൽഡിൽ. അല്ലാണ്ട് ക്യാപ്റ്റിവിറ്റിയിലുണ്ട്, സൂവിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് വേറൊരു ജാതി സിംഹം തന്നെയാണ്, പക്ഷെ അതിൽ വേറൊരു ജാതിയാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാ മൃഗങ്ങളിലും ജാതിയുണ്ട്. മീനിൽ ജാതിയില്ലേ? എന്തെല്ലാം തരം മീനുകളുണ്ട് ഇല്ലേ? അപ്പോൾ ഈ മീനിനെ സൃഷ്ടിച്ച, മൃഗങ്ങളെ സൃഷ്ടിച്ച ആൾ തന്നെയാണ് മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവറ്റകൾക്കൊക്കെ ജാതിയുണ്ട്, നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? ആലോചിച്ചു. ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ കപട സന്യാസിമാരാണ് ഈ തെറ്റിദ്ധാരണ ഹിന്ദുവിൻ്റെ മനസ്സിൽ ഏതാണ്ട് ആണിയടിച്ച് ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. ഞാൻ പിഴുത് കളയാൻ ഞാൻ കുറേ നാളായി ശ്രമിക്കണത്, വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇടയ്ക്കിടെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് മാന്യമായ ഭാഷയിൽ ഈ വീഡിയോയുടെ താഴെ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഈ വീഡിയോയിൽ ഞാൻ ആരെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ ആരെങ്കിലും വേദനിപ്പിക്കേണ്ടി, ഏതെങ്കിലും ഒരു ഹിന്ദുക്കളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.